ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 3 സ്റ്റാർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇതാക്കുന്ന ചെറിയൊരു വീഡിയോ ആയിട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ മഴയൊക്കെ നന്നായിട്ട് നല്ല മഴയായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലേക്ക് നല്ല കാറ്റും മഴയായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ നമ്മൾ കോയിനൊന്നും തുറന്നിട്ടില്ല. അപ്പോൾ ഇപ്പോഴും ചെറുതായിട്ട് ഇങ്ങനെ മഴ ഇങ്ങനെ പൊടിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എടുത്താൽ കുറച്ച് വെളിച്ചം കിട്ടില്ല, അതുകൊണ്ടാണ് പുറത്തേക്ക് വന്ന് വീഡിയോ എടുക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാട്ടോ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമ്മളെ നാട്ടിലെയൊക്കെ നല്ല മഴയാണ്. നിങ്ങളുടെ നാട്ടിലെയൊക്കെ മഴ ഉണ്ടെന്ന് അറിയില്ല. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ട്. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു. പിന്നെന്താ, നമ്മളിപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആണ്. നമ്മളെ ഒരു വീഡിയോ ഇട്ട് നമ്മൾ കഴിഞ്ഞ വലയിടുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ നമ്മളെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താമല്ലോ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇതാ എൻ്റെ കയ്യിൽ കുറച്ച് തുളസി, ഞാൻ കുറച്ചേ പറിച്ചുള്ളൂ, ആവശ്യത്തിന് മാത്രമേ പറിച്ചുള്ളൂ. എന്നാലും ഒരു പിടിതാ, അങ്ങനെ പിടിച്ചാൽ കയ്യിൽ ഒതുങ്ങൂല കേട്ടോ, അത്രയുണ്ട് കേട്ടോ. ഇത് നമ്മളെ തുളസീൻ്റെ ഇല കേട്ടോ. ഇത് ഞാൻ രാവിലെ മക്കളെ സ്കൂളിൽ കൊണ്ടാക്കാൻ ബസ് കയറ്റി കൊടുക്കാൻ പോയപ്പം അവിടെ താഴത്ത് ഒരുപാടുണ്ട് കേട്ടോ തുളസീൻ്റെ ഇല. അപ്പോൾ നമുക്ക് കിട്ടുമെങ്കിൽ നല്ലതാണല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് കുറച്ച് പറിച്ചാട്ടോ നമ്മൾ തീറ്റയിലോ. അപ്പോൾ തീറ്റയിൽ ഉൾപ്പെടുത്തി കൊടുക്കാമല്ലോ, നമുക്ക് വെള്ളമൊക്കെ കാച്ചി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ ഞാൻ കുറച്ച് കുഞ്ഞുങ്ങൾക്ക് 2-3 കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഒരു തൂങ്ങൽ പിടിച്ചിങ്ങനെ നിൽക്കുന്നിടത്തുണ്ടായിരുന്നു, ചിറകൊക്കെ താത്തിയിട്ട്. അപ്പോൾ അവർക്ക് കുറച്ച് മരുന്ന് ഇന്ന് കൊടുക്കണം. അപ്പോൾ അതൊക്കെ കൂടി ഇന്ന് ചെറിയൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താമല്ലോ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ തുളസിയില നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മഞ്ഞൾ എടുക്കാൻ പോയപ്പോഴാട്ടോ നമ്മളെ ബ്ലാക്ക് സോൾജർ പുഴുക്കളെ നമ്മളിതാ ഈ ഒരു നെറ്റിൻ്റെ മുകളിൽ കണ്ടു കേട്ടോ. ഇവർ നല്ല പരുവായിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയോ കയറി വന്നതാട്ടോ. പിന്നെ നമ്മളെ 2 ദിവസം മുമ്പ് ഞാൻ പറയണമെന്ന് വിചാരിച്ചായിരുന്നു, പിന്നെ മറന്നുപോയി. നമ്മളെ പെരിച്ചായിൻ്റെ നല്ല ശല്യം ഉണ്ട് കേട്ടോ. പെരിച്ചായി കയറി നമ്മുടെ വലയൊക്കെ ഓട്ടയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കോഴി കയറി കൊത്താതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ വല അയച്ചത് തന്നെ. അപ്പോൾ പെരിച്ചായി കയറിയിട്ട് ഓട്ടയാക്കി. പിന്നെ നമ്മുടെ മഞ്ഞളൊക്കെ അതാ നന്നായിട്ട് തന്നെ നല്ല മുള പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പച്ചക്കറി നട്ട ആ ഒരു കവറൊക്കെ ഇപ്പോഴും ഉണ്ട്, കുറേയൊക്കെ ഒഴിവാക്കി, കുറച്ച് കവർ ഇപ്പോഴും ഉണ്ട്, കുറച്ച് മഞ്ഞൾ നടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം അതിനുള്ള സമയം ഇനി കണ്ടെത്തി വേണം നമ്മൾ ഈ ഒരു മഞ്ഞളൊക്കെ ഒന്ന് നട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ എന്താ മുള പൊട്ടിയ ഭാഗമല്ലാത്ത ആ ഭാഗത്തു നിന്നൊക്കെ മഞ്ഞൾ അതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എല്ലാം മുള പൊട്ടിയത് കൊണ്ട് തന്നെ ഒന്നും എടുക്കാൻ തോന്നുന്നില്ല. അപ്പം എന്തായാലും നമ്മളെ ആവശ്യമാണല്ലോ, നമ്മൾക്ക് എന്തായാലും കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടോ. അപ്പം എന്തായാലും നമുക്ക് നേരം കിട്ടുമ്പോൾ എന്തായാലും ഈ ഒരു മഞ്ഞളൊക്കെ നടണമെന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ മഞ്ഞൾ നടന്ന ഒരു സീസൺ ആണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ മുള പൊട്ടിയതുകൊണ്ട് ഞാൻ നടാന്ന് ഇങ്ങനെ മനസ്സിലുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളെ കോഴിക്കുഞ്ഞിനുള്ള കുറച്ച് പച്ചമഞ്ഞളൊക്കെ അതാ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ കോഴികളൊക്കെ ഉള്ള വീട്ടിലൊക്കെ അത്യാവശ്യമുള്ള ഒരു സാധനങ്ങളാണ് ഈ തുളസിൻ്റെ ഇല, അതേപോലെ പച്ചമഞ്ഞൾ, പനിക്കൂർക്കലില എന്നൊക്കെ പറഞ്ഞ ഇത് ഞാൻ നട്ട് പിടിപ്പിച്ചാട്ടോ. ഇപ്പോൾ അടുത്ത് ഞാൻ കുറച്ച് നട്ട് പിടിപ്പിച്ചാണ്. നമ്മൾ ഇതിന് മുമ്പ് നട്ടതൊക്കെ നമ്മളെ കോഴികളൊക്കെ നാശാക്കി. പിന്നെ ഈ ഒരു മഴയത്ത് മൊത്തം ചീഞ്ഞു പോവുകയൊക്കെ ചെയ്ത് ഇപ്പൊ ഇത് അത്യാവശ്യം ഇതായി റെഡിയായി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ നുള്ളി എടുക്കാട്ട് ചെയ്യും. പിന്നെ ആ നുള്ളുന്ന അതിന്റെ അടിയിൽ തന്നെ നമ്മൾ അതിന്റെ മുള വന്ന് പൊട്ടി റെഡിയാവുകയും ചെയ്യും, മുളച്ച് വരികയും ചെയ്യും. പിന്നെ നമ്മൾ നീരൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ ചണ്ടി വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പൊ അതാ ഞാൻ നമ്മൾ കാട് കെട്ടിയപ്പോൾ കുറച്ച് കൈയൊക്കെ വരുന്നത്, അപ്പൊ അധികം കറക്റ്റ് ആയിട്ട് പിഴിയാനും പറ്റില്ല. അപ്പൊ ഞാൻ കുറച്ച് തിളപ്പിച്ചിട്ട് അതിന്റെ വെള്ളം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ നമ്മളെ ഇന്ന് ഫുഡാട്ടോ, ഇത് ഇന്നലത്തെ കുറച്ച് ബാക്കിയുള്ള ചോറും കറിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഗോതമ്പ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളവിടെ കറണ്ട് ഇല്ലായിരുന്നു, കറണ്ട് ഇല്ല എന്നല്ല, വോൾട്ടേജ് ഇല്ല. അപ്പൊ ഞാനിത് ഒന്ന് ഇങ്ങനെ മിക്സിയിലിട്ട് ഒന്ന് ഒതുക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും നന്നായിട്ട് വെള്ളം കുടിച്ച് കിടക്കട്ടോ നമ്മളെ ഗോതമ്പ്. അപ്പൊ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ തീറ്റ കുറച്ചായി വാങ്ങിയിട്ട് ഇനി നമ്മളെ തീറ്റയും കൂടി വാങ്ങാനായിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഞാൻ കുറച്ച് ബാക്കി വരുന്ന ചോറൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ ആ വലന്റെ ഉള്ളിൽ ഇട്ടുകൊണ്ട് നമുക്ക് അവർക്ക് അത്യാവശ്യം നല്ല തീറ്റ വേണം കേട്ടോ. നമ്മൾ വലന്റെ ഉള്ളിലിട്ട് പട്ടിണിക്ക് ഇടാൻ പാടില്ലല്ലോ. അപ്പൊ കുറച്ച് തീറ്റയും കൂടി ഉണ്ട് കേട്ടോ, തവിടും കൂടി ഉണ്ട്. അപ്പൊ അതും കൂടി ഇട്ട് കൊടുക്കാലോ എന്ന് വിചാരിച്ചു. പിന്നെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. പിന്നെ ഈ ഒരു സമയത്ത് തവിടിന്റെ പൊടി തന്നെ കൊടുത്താൽ അവർ കുറെ നേരം സമയം ഇങ്ങനെ കൊത്തി കൊത്തി തിന്നോളൂ കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ തീറ്റ നനയ്ക്കാറില്ല. ഇപ്പൊ ഇങ്ങനെ തന്നെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാട്ടോ ചെയ്യുന്നത്. പിന്നെ ഞാൻ കഴിയുന്നു നമ്മൾ ഇതേപോലെ പനിക്കൂർക്കേൻ്റെ ഇലയും തുളസിൻ്റെ ഇലയൊക്കെ നമ്മൾ കഴിയുന്നു തീറ്റയിലൊക്കെ ഉൾപ്പെടുത്തി കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ നമുക്ക് ചില ദിവസം നമുക്ക് എന്നും നേരം കിട്ടിയില്ലെങ്കിലും കഴിയുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ 2-3 കോഴിക്കുഞ്ഞുങ്ങൾക്ക് പറ്റ ക്ഷീണത്തിലാണ്. അപ്പോൾ ഇന്നലെ മരുന്ന് കൊടുത്തു, പിന്നെയുള്ള ഇന്നാട്ടോ. അപ്പോൾ ഒരു 3-4 ദിവസം കറക്റ്റ് ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ഒരു കോഴി അടയിരിക്കുന്നുണ്ട് കേട്ടോ.
പിന്നെ നമ്മൾ കൂടിന്റെ മേൽഭാഗത്ത് നമ്മൾ കുറച്ച് വലയൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് ദിവസമായിട്ട് നമ്മളെ കോഴികൾക്കൊക്കെ കൂട്ടിൽ കയറാൻ ഭയങ്കര മടിയായി തുടങ്ങി കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ അതുമല്ല വൈകുന്നേരം ആയ സമയത്ത് കൂട്ടി കയറില്ല, ഒക്കെ ആ കൂടിന്റെ മേൽഭാഗത്ത് വന്നിങ്ങനെ ഇരിക്കും. പിന്നെ കൂടിന്റെ മേൽഭാഗം ഒക്കെ ആകെ അലങ്കോലാക്കി വൃത്തികേടാക്കി കേട്ടോ. പിന്നെ നമ്മളെ കോഴി ഇതാക്കുന്ന അടി ഇരിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ അട വെച്ചതല്ല, നമ്മൾ മുട്ടയിടാൻ വെച്ച ഒരു പാത്രത്തിൽ അവരിങ്ങനെ വന്ന് മുട്ടയിട്ട് ഇങ്ങനെ പോകുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഉടുമ്പിന് ശല്യമൊന്നും വലിയ തോതിൽ ഇപ്പോൾ കാണുന്നില്ല. അപ്പൊ എന്നാലും ഇപ്പൊ വലിയ കുറച്ച് സമാധാനമൊക്കെ ഉണ്ട്. അപ്പൊ ഇതേപോലെ വല ഇട്ടിട്ടുണ്ട്. ഇവരിപ്പോ ഇതില് ഒരു ഭാഗം മാത്രം ഞാൻ ഒരു രാവിലെ നമ്മൾ കൂട് തുറക്കാൻ പോകുമ്പോൾ അയച്ചു വിടും. മുട്ടയിടുന്നവരാണെങ്കിൽ മുട്ടയിട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് നേരം തുറന്നു വിടും. പിന്നെ വൈകുന്നേരം ആവുന്ന ഒരു സമയത്ത് തീറ്റ കൊടുക്കാൻ പോകുമ്പോൾ ഞാനത് ഒരു ചെറിയ ആണി അടിച്ചിട്ടുണ്ട്, ആണിയിൽ കൊളുത്തുള്ളൂ കേട്ടോ. അപ്പൊ ഇതേപോലെ ഫുള്ള് കവർ ചെയ്തെടുത്താണ്. അപ്പൊ പിന്നെ ഇനിയിപ്പോ കാക്കയും ഇതൊന്നും വരില്ല എന്ന് വിചാരിക്കുന്നു, ഉടുമ്പിന്റെ ശല്യം ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത്. വെച്ചാല് നമ്മൾ കൂട് മൊത്തം കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാ നമ്മളെ കോഴിക്കുഞ്ഞിന് അതേപോലെ ഞാൻ സാധാരണ കുപ്പി ഉള്ളിൽ വെച്ചിട്ടാണ് വെള്ളം കൊടുക്കല്. ഇന്നലെ ഞാൻ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഒരു 2 കണ്ണി പിന്നെ നെറ്റ് ഓട്ടയൊക്കെ ആക്കി നമ്മൾ അതേപോലെ വെള്ളമൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ടോ. ഇതിങ്ങനെ ആകുമ്പോൾ അവര് തട്ടിക്കളയില്ലല്ലോ. അപ്പൊ ഇതാക്കുന്ന ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇന്ന് ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. ഇന്ന് ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാലോന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കട്ടോ. പിന്നെ നമ്മളെ ഈ ഒരു മഴ സമയത്ത് നമ്മുടെ കോഴികൾക്ക് നനയാതെ അങ്ങനെ ഭക്ഷണം കഴിക്കാനും നിൽക്കാനൊക്കെ ഒരു സംവിധാനം നമ്മൾ ആക്കി കൊടുക്കാൻ നല്ലതായിരിക്കും. പിന്നെ ഇന്നിപ്പോ കുറച്ച് ചീച്ചിലൊക്കെ ഉണ്ട് കേട്ടോ നമ്മളെ കൂടിന്റെ ഒരു സൈഡ് ഭാഗമൊക്കെ. എന്താ വെച്ചാൽ നന്നായിട്ട് കാറ്റുണ്ടായിരുന്നു. പിന്നെ ആ കാറ്റിലുള്ള വെള്ളം വരുന്ന കേട്ടോ, അല്ലാതെ ചോരുന്നില്ല അവിടെ. പിന്നെ നമ്മൾ കൂട് നിൽക്കുന്ന ഒരു ഭാഗം ചോർച്ചയോ അങ്ങനെയൊന്നുമില്ല, കാറ്റുകൊണ്ട് മഴന്റെ ശക്തി കൊണ്ട് വെള്ളം വന്നിട്ട് നനഞ്ഞതാട്ടോ. അപ്പൊ ഞാൻ വിചാരിക്കുന്ന എപ്പോഴും നമ്മുടെ കൂടിന്റെ ഒരു ഭാഗം മാത്രം നനയാതെ നിൽക്കണം എന്നുള്ളതാട്ടോ എൻ്റെ ഒരു ആഗ്രഹം. അപ്പൊ എന്തായാലും കുറച്ചും കൂടി നമുക്ക് പ്ലാസ്റ്റിക് ഒക്കെ സൈഡിൽ വാങ്ങിയിടാൻ പറഞ്ഞിട്ടുണ്ട് മാഷിനോട്. അപ്പൊ എന്തായാലും അതൊക്കെ ഇപ്പൊ നല്ല നല്ല ശക്തിയോടുള്ള മഴയല്ലേ. അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോയിലെ വിശേഷങ്ങൾ കേട്ടോ. പിന്നെ നമ്മളെ കോഴിക്കുഞ്ഞ് ചെറുതായിട്ടൊക്കെ ഉഷാറായി വരുന്നുണ്ട്. അപ്പൊ എന്തായാലും നോക്കാം. അപ്പൊ എന്തായാലും ഉഷാറായി വരട്ടെ എന്ന് വിചാരിക്കും. നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെ എല്ലാതൊന്നും നമ്മളെ മരുന്ന് കൊടുത്ത് രക്ഷപ്പെടണമെന്നില്ലല്ലോ. അപ്പൊ എന്തായാലും കഴിയുന്ന നമ്മൾ ശ്രദ്ധിക്കാതെ ഇരുന്നിട്ട് നമ്മളെ കോഴിക്കുഞ്ഞുങ്ങൾ അസുഖം വന്ന് ചത്തു പോകരുതല്ലോ. അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം.